ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്കപ്പോൾ അരി പൊടിക്കാൻ വേണ്ടിയുള്ള അരി എടുക്കാം. നമ്മുടെ മുകളിലെത്തി നമുക്ക് അരി എടുക്കാൻ പോകാം. നമ്മൾ അരി എടുക്കാൻ വന്നിട്ടുണ്ട്. അരി ഓക്കെ. ഇപ്പോൾ 2 സൈസ് ഇപ്പോൾ ഒരു പൊടിക്കണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ എടുത്തിട്ട് അടിയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ അരി എടുത്തു. ഇനി സഞ്ചിയിലാക്കാം. സഞ്ചിയിലേക്ക് അരി എടുക്കാം. അരിയെല്ലാം പൊടിച്ച് കഴിഞ്ഞ് ഞാനിപ്പോൾ ജസ്റ്റ് പിന്നെ നമ്മളെ വലിയമ്മയുടെ അടുത്തേക്ക് വന്നിട്ടുള്ള. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ വരിക, വലിയമ്മ മരണപ്പെട്ടു പോയില്ലേ. നമുക്ക് ഇതേണ്ട, ഞാനിപ്പോൾ ഖബർസ്ഥാനിലുള്ളത്. മരണപ്പെട്ടു പോയി. മുറിഞ്ഞ ചിരട് ഒരിക്കലും നമുക്കിനി കൂട്ടി വെച്ചിപ്പിക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും ഇവിടെ വന്നിട്ട് ഇവിടെ വരുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. കുറേയൊക്കെ പിന്നെ എന്താ പറയുക, ഇവിടെ വന്നിരിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് എൻ്റെ വലിയമ്മയുടെ ഖബർ എന്ന് പറയുന്നത്. പിന്നെ ജസ്റ്റ് ഈ വീഡിയോ ഒന്നും കൊണ്ടല്ല, അതായത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല നമുക്കറിയില്ല. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫാമിലി ഓൾറെഡി പിന്നെ ഇവിടെ നാട്ടിലില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം ജസ്റ്റ് ഖബർ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ എന്നോടൊന്ന് എടുക്കാൻ പറഞ്ഞതാണ്. പിന്നെ ഇവിടെ പിന്നെ നമ്മളെ സ്ത്രീകളും അവരൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ഖബർ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മുമ്പ് ഞാൻ അവിടെ 2 മൈലാഞ്ചി കുഴിച്ചിട്ടിന്. പക്ഷേ ഇതാരാണ്? എന്നാ സബ്സ്ക്രൈബേഴ്സിനൊരു ഹായ് കൊടുക്ക്. മിസ്റ്റർ മസാജ് ചെയ്ത് കൊടുത്ത മൂപ്പര് അനങ്ങാണ്ടെക്കും. അതാണ് മൂപ്പര കുട്ടൻസ്. എവിടെ പോയി കഴിഞ്ഞാലും കണ്ടുപിടിക്കാവുന്ന മണിയാ ഇത്. സത്യം പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിൽ തോർത്താണ്. പക്ഷെ ഇവിടെ ഉണ്ടാവുക. സാധാരണ ഇങ്ങനത്തെ പൂച്ചനെ എല്ലാവരും പൈസ കൊടുത്തിട്ടാണ് വളർത്തുക. നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് വളർത്താൻ പറ്റും. ഗൈസ്, ഞാനിവിടെ വന്ന മറ്റൊന്നുമല്ല. ഇതേണ്ട, നമുക്ക് നിങ്ങൾ കാണുന്നുണ്ടോ, നമ്മളൊരു മുയലും കൂടല്ല, സത്യം പറഞ്ഞാൽ കോഴിക്കൂടാണ്. കോഴികളൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ അതുകൊണ്ട് കോഴിയുണ്ട്, അടിയിലുണ്ട്. മുകളിൽ നമ്മൾ മുയലിനായിട്ടില്ല. അപ്പോൾ കുറച്ച് മെമ്പേഴ്സ് നമ്മൾ വന്നിട്ടുണ്ട്. 10 മുയലും കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഇപ്പോൾ തന്നെ 5 എണ്ണമായിട്ട് ബാക്കിയുള്ളൂ. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന കോഴിക്കളെ കോടി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തോ തിന്നാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ,
അപ്പോൾ ലെസ്കോ ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. അടുത്ത് ഈറ്റങ്ങൾ വരിക. അപ്പോൾ ഞാൻ ഇതെന്തിൻ്റെ കൈമെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈറ്റങ്ങൾ വെറുതെ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് തിന്നാൻ നമ്മൾ കൊടുത്താൽ മാത്രമേ ഇവർ വരും. ഇതാ ബീൻസിൻ്റെ അതാ ആ കഷ്ണം അപ്പാട് കൊണ്ടുപോയി. ഓ ഇതാ ഒരു ചെറിയ മുയലും കുട്ടി വന്നിട്ടുണ്ട്. കൊടുത്തു നോക്കാം. ബീൻസ് ഒന്ന് ആ തിന്നുന്നുണ്ട്. തിന്നേ ആ ബീൻസൊന്നും തിന്നുന്നില്ല. എന്നാ ബീൻസ് അതിൻ്റെ മൂട്ടിൽ പോയി നിന്നിട്ട് വേണ്ട. ഒന്ന് ഏതാ അടി 1 2 3 4 4 ആ അങ്ങനെയൊക്കെ തന്നെ. ഒരു താഴെ വീണ് ഒരു കഷ്ണം. ഇവൻ എൻ്റെ കയ്യാ തിന്നു. ക്യാമറ ഒന്നല്ല. ഇവിടെ ഒരാൾ ബീൻസ് കൊടുത്തേ. ബീൻസ് മണത്ത് നോക്കുന്നുണ്ട്. തിന്ന് അല്ലോ കുട്ടീനൊക്കെ മറച്ചിട്ടിട്ട് അവിടെ ഇത് തിന്നാൻ തുടങ്ങുന്നുണ്ട്. ഇത് മണത്ത് നോക്കുന്നു. ഓ ഞാൻ കുട്ടികൾക്കും കൂടി തിന്നണ്ടിയിട്ടാണ് കൊണ്ടുവന്നേ. തിന്നോ? അവിടെ അത് മുല കുടിക്കുക. ഇവിടെ അമ്മ തിന്നുമ്പോൾ അമ്മേൻ്റെ മുല കുടിക്കുക. അത് തിന്നു. നീ അങ്ങോട്ട് പോകും. ഓ എല്ലാം കളിക്കലാട്ടാ. ഒരു കഷ്ണം കൂടി ഉണ്ട്, നമുക്ക് കൊടുത്തു നോക്കാം. തിന്നോളൂ. എന്നാ തിന്ന് തിന്നടാ കുഞ്ചുമണി. തിന്നോ? പിന്നെയും പറഞ്ഞോ. ഇതാണ് ഇവരെ തള്ള. ഓ ഇവിടെ മുല കുടിക്കാണ്. അതും തിരികുന്നുണ്ട്. അകടിൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇട്ട് കൊടുക്കാം. ഓ 3 മിസ്സായി. ഗായ്സ് ഞാൻ പുറത്ത് പോയി വന്നപ്പോൾ പുറത്ത് പോയി വന്നിട്ടേ ഉള്ളൂ. ഞാൻ കുറച്ച് കടി മേടിച്ചു. ദിസ് ഈസ് മസാല ബോണ്ട. ഓക്കെ. പിന്നെ മലബാറുകാരുടെ സ്വകാര്യ അഹങ്കാരമായ കല്ലുമ്മക്കായ്. സൂപ്പർ കല്ലുമ്മക്കായ് ഇല്ലേ? എന്ത് വിധി കല്ലുമ്മക്കായ് ഇല്ലല്ലോ. ഈമലുണ്ട്. കല്ലുമ്മക്കായല്ല കായ. കണ്ടാ ഈ സംഭവം? അത് മറ്റേലില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചായ ഉണ്ട്. ജീരകത്തിൻ്റെ ചോയും കല്ലുമ്മക്കായും അടിപൊളി ടേസ്റ്റാണ്. ഇനി ഞാൻ ഒരു വർഷം മസാല ബോണ്ടയും കൂടി. മസാല ബോണ്ട ഇതാണ് മസാല ബോണ്ട. ഓക്കെ. നിങ്ങൾക്ക് അറിയുന്ന കേസ് തന്നെ. ഞാൻ പിന്നെ ഒരു ഷോ ആക്കുന്നേ ഉള്ളൂ. എനിക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ എന്തെങ്കിലും കാണിക്കണ്ട നിങ്ങളെ. മസാല ബോണ്ട ഇത് കരിവേപ്പില ഉള്ളിൽ. നല്ല രസമുണ്ട്. കല്ലുമ്മക്കായി എന്നൊരു കഷ്ണം നമുക്ക് പൂച്ച കൊടുക്കാം. നോക്കാലോ പൂച്ച തിന്നോ ഇല്ല. മണത്ത് നോക്കുന്നു. ഏതോടെ ഡിമാൻഡ്. എന്ത് വിധി വല്ലാത്ത ചതീത്. തിന്നുന്നുണ്ട്. മൂപ്പര് ആദ്യം ഡിമാൻഡ് ആക്കുക. അതാ പോയി. തിന്നടാ വീഡിയോ. ഇതാണ് എൻ്റെ അമ്മായി നബീസമ്മായി. ഓക്കെ. നബീസമ്മായി ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുക. എന്താ പരിപാടി? ഓക്കെ. അപ്പോൾ എന്ത് കഴിഞ്ഞാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോയും കോണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഓക്കെ. അപ്പോൾ ലെറ്റ്സ് ഗോ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചെന്നില്ലേനോ. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് ഉറങ്ങി എണീച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ മുകളിലെന്താ പോലെ ഉണ്ട്. ഇന്നലെ പിന്നെ ഒരു മുയലും കൊണ്ട് വീഡിയോ കാണിച്ചിട്ടില്ലേ. ഇത് സംഭവം എന്താ അറിയാം ഗൈസ്. ഇപ്പോൾ ഇതിലിപ്പോൾ 3 മുയലേ ഉള്ളൂ. ബാക്കി 2 എവിടെ പോയെന്നൊരു ഐഡിയ ഇല്ല.
ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു ഇതുപോലത്തെ ഒരു സ്ഥലമാണ്. അമ്മായി കണ്ടിനാ? അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കിയിട്ട് വരാം. ഈ മൊയിലൻകുട്ടിനെ കണ്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ അവിടെയാണിപ്പോൾ ഇതിലുള്ള ഇവിടെയാണിപ്പോൾ നിൽക്കുന്നത്, കോഴിക്കോടിൻ്റെ അതിൻ്റെ ബേക്കിൽ. എന്താ ഇത് പറ്റീനേന്? ഇതെങ്ങനെ വീണത് അമ്മായി? ലോടുവാ? അല്ല വീട്ടിൽ പോവാ? ഇതെങ്ങനെ ചെയ്യുമ്പോൾ വിളിക്കാം? ചാടിപ്പോല്ല. ഇത് ഇതിൻ്റെ ഒന്നിനെ കാണുന്നില്ല. ചാടല്ല. എൻ്റെ ചെവിയെ പിടിക്കണ്ട്, പക്ഷെ എനിക്ക് ചെവി പിടിക്കാൻ എന്തോ ഒരു മടി. അതും തുറക്കാമായി. ഇതും തുറക്ക്. ഒന്നിനെ കിട്ടി. കൈസ് ഇതൊക്കെ പേടിച്ചിട്ടാന്ന് അനങ്ങാടുക്കുന്നു. തുറന്നോ അനങ്ങാടുക്കുന്നു. നമുക്കിത് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ചാടിപ്പോവാ. ഇതാ 1 2 ഇതിപ്പോൾ 4 ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. കൈസ് ഇതൊക്കെ ഇപ്പോൾ എല്ലാം ഈ പ്ലേറ്റിൻ്റെ ഉള്ളിലാണ്. നമ്മൾ ഭക്ഷണം തിന്നാട്ട് കൊടുക്കുന്നൊരു പ്ലേറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് കണ്ട 4 എണ്ണം, എന്നാലും ഒന്ന് മിസ്സിങ്ങാ. എവിടെ പോയി എന്നൊരു ഐഡിയ ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ ഇത് പറഞ്ഞ പൂട്ടി എണീച്ച് വന്നതാണ്. കാരണം ഇന്നലെ നമ്മളൊരു വീഡിയോ എടുത്തതല്ല, അതിൻ്റെ ഞാൻ എഡിറ്റിങ് അപ്ലോഡും ചെയ്തിട്ടില്ല, എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമൊക്കെ. ഇപ്പം എന്തായാലും നോക്കി നോക്കട്ടെ, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്ഡേഷൻ ഞാൻ തരാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാണാം. ഓക്കെ.